ഗുഡ് ആഫ്റ്റർനൂൺ. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇന്ന് ഇതുവരെ വന്ന പ്രധാനപ്പെട്ട വാർത്തകളെ ആഴത്തിൽ പരിശോധിക്കുകയാണ് വാർത്താമഴ അടുത്ത അരമണിക്കൂർ നേരം. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം കടക്കുന്നു. ആലപ്പുഴയിൽ BJP നേതാവ് രൺജി ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി VG ശ്രീദേവിയാണ് വിധി പ്രസ്താവിച്ചത്. പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരാണ് പ്രതികൾ. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞു. എല്ലാ പ്രതികളും ഗൂഢാലോചനയുടെ ഭാഗമായെന്നും കോടതി കണ്ടെത്തി. പ്രതിയുടെ ഫോണിൽ നിന്ന് ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തിയതാണ് നിർണായക തെളിവായത്. വിധി കേൾക്കാൻ രഞ്ജിത്തിന്റെ ഭാര്യയും മാതാവും കോടതി മുറിയിൽ എത്തിയിരുന്നു. ശിക്ഷാവിധി മറ്റന്നാളാണ് പ്രസ്താവിക്കുക. വിധിയിൽ സംതൃപ്തിയുണ്ടെന്നും കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കുടുംബം പ്രതികരിച്ചു. ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. 15 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട്. പരമാവധി എല്ലാവരും 302 പ്രകാരം കുറ്റക്കാരാണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പം പരമാവധി ശിക്ഷ തന്നെ കോടതി നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. കേസിൽ പ്രോസിക്യൂഷന് ചാർജ് ഷീറ്റിൽ ആരോപിച്ചിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പ്രതികൾക്കെതിരായി സംശയലേശമന്യേ തെളിയിക്കാൻ സാധിച്ചതായിട്ടാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ രഞ്ജി ശ്രീനിവാസനെ പുരയ്ക്കകത്ത് കയറി കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത 1 മുതൽ 8 വരെ പ്രതികൾക്ക് 302 എന്ന് പറയുന്ന കൊലപാതക കുറ്റം നേരിട്ട് തെളിയാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 9 മുതൽ 12 വരെ പ്രതികൾ അകത്ത് കയറിയ 1 മുതൽ 8 വരെ പ്രതികൾക്ക് സഹായികളായി പുറത്തു നിന്ന 9 മുതൽ 12 വരെ പ്രതികളെ ഇന്ത്യൻ ശിക്ഷാ നിയമം 149 വകുപ്പിൻ്റെ സഹായത്തിൽ അവർക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുള്ളതായി കോടതി കണ്ടെത്തി കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ കൊലപാതകത്തിന് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത 13, 14, 15 പ്രതികൾ അവരെയും ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്ന ഗൂഢാലോചനയും കൊലപാതക കുറ്റത്തിൻ്റെയും സഹായത്തിൽ 302 വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം അവർക്കെതിരെയും തെളിഞ്ഞിട്ടുള്ളതായി കോടതി കണ്ടെത്തി. ശ്രീകുമാർ നൽകും കൂടുതൽ വിശദാംശങ്ങൾ ആലപ്പുഴയിൽ നിന്നും. ശ്രീത്ത്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണിത്. രൺജി ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ കോടതിയിൽ നിന്നും ഈ പ്രതികളെല്ലാം കുറ്റക്കാർ എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ശിക്ഷാവിധി മറ്റന്നാളാണെങ്കിലും കൃത്യമായി തന്നെ കോടതി പറയുന്നു, ആദ്യ 8 പ്രതികൾ നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്തു, അത് കൃത്യമായി തെളിയുന്നുണ്ട്, അവർക്കെതിരെ കൊലക്കുറ്റമുണ്ട് എന്ന് കോടതി പറയുന്നുണ്ട്. മറ്റുള്ളവർ ഇതിന്റെ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിൽ കൂടി ഇതിന്റെ ഭാഗമാണെന്ന് കോടതി പറയുന്നു. ഇന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു, പ്രതികളെല്ലാം എത്തിയിരുന്നു, ഒപ്പം കൊല്ലപ്പെട്ട രഞ്ജിത്തിന്റെ കുടുംബം ഉണ്ടായിരുന്നു. എന്തായിരുന്നു വിധിക്ക് ശേഷമുള്ള പ്രതികരണങ്ങൾ? അതായത് നിർണായകമായത് നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ 3-ാം പ്രതി അനൂപ് മുഹമ്മദിന്റെ ഫോണിൽ നിന്ന്, ഭാര്യയുടെ ഫോണിൽ നിന്ന് ലഭിച്ച ഹിറ്റ് ലിസ്റ്റാണ്. ആരൊക്കെയാണ് ഇത്തരത്തിൽ ഷാൻ വധക്കേസിന് ശേഷം കൊലപ്പെടുത്തേണ്ടത് എന്നത് അനുസരിച്ച് ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. ഈ ഹിറ്റ് ലിസ്റ്റ് കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. അതുതന്നെയാണ് അല്പസമയം മുൻപ് പ്രതാപ് G. പടിക്കൽ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, പറഞ്ഞത്. ആ ഹിറ്റ് ലിസ്റ്റ് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു. ആ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടു കൂടി ഈ പ്രതികൾ സഞ്ചരിച്ചിരുന്ന റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ, അത് കൃത്യമായി കുറ്റമറ്റ രീതിയിൽ കോടതിയിൽ സമർപ്പിക്കാനും അത് തെളിയിക്കാനും സാധിച്ചു. ഇത് രണ്ടുമാണ് ഈ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണ് എന്ന തരത്തിലേക്കുള്ള ഒരു വിധിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പോലീസിനും സാധിച്ചതെന്ന് നിസ്സംശയം നിസ്തർക്കം നമുക്ക് പറയാം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 1 മുതൽ 8 വരെയുള്ള പ്രതികൾ, അവർ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. ഇവർക്കുമേൽ കൊലക്കുറ്റം ചുമത്തി 12 പേരായിരുന്നു, 12 പ്രതികളായിരുന്നു ഇവിടേക്ക് രൺജിത് ശ്രീനിവാസനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇവിടേക്ക് ഈ രൺജിത് ശ്രീനിവാസന്റെ വീട്ടിലേക്ക് വന്നിരുന്നത്. മറ്റു 12 വരെയുള്ള 8 മുതൽ 12 വരെയുള്ള 9 മുതൽ 12 വരെയുള്ള മറ്റ് 4 പ്രതികൾ ആ ഭാഗത്ത് വീടിന് പുറത്ത് ഈ കൊലപാതകത്തിന് ഒത്താശ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ രൺജിത് ശ്രീനിവാസൻ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി കാവൽ നിന്നു. അവരും ഇത്തരത്തിൽ കൊലക്കുറ്റത്തിൽ സമാനമായ കുറ്റം ചെയ്തവർ തന്നെയാണ്. അവരുടെ മേലും ഈ 302 നിലനിൽക്കുമെന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മറ്റ് ഉള്ള ആളുകളുടെ മേൽ കൃത്യമായ രീതിയിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം നിലനിൽക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ നൽകണം, വധശിക്ഷ നൽകണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു. ഇനി 22-ന് നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയൊരു തിരുത്തുണ്ട്. 22-ന് ഈ പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ കോടതി കേൾക്കും. പ്രതികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കോടതി കേൾക്കും. അതിനുശേഷം ഒരു തീയതി തീരുമാനിച്ചായിരിക്കും വിധി പ്രസ്താവം ഉണ്ടാകും. എന്തായാലും രൺജി ശ്രീനിവാസന്റെ കുടുംബം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു, ഈ വിധിയിൽ തങ്ങൾ കോടതി ഇപ്പോൾ എടുത്ത നിലപാടിൽ ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൽ തങ്ങൾക്ക് സന്തോഷമുണ്ട്. BJP ജില്ലാ നേതൃത്വം, BJP ജില്ലാ പ്രസിഡന്റ് ഗോപകുമാറും അതാണ് അല്പസമയം മുൻപ് പറഞ്ഞ ആശ്വാസകരമായ വിധിയാണ് ഇത്
ഇത് എന്നാണ് BJP ജില്ലാ നേതൃത്വം പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവർ ഹാജരാക്കിയ ഏതാണ്ട് 1500ഓളം പേജുള്ള കുറ്റപത്രമായിരുന്നു ഹാജരാക്കിയത്. ഇത് കൂടാതെ 15000ഓളം പേജുള്ള സാക്ഷിമൊഴികളും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. സ്വാഭാവികമായി ആ സാക്ഷിമൊഴികളും ദൃക്സാക്ഷിമൊഴികൾ, ഇതിൽ അമ്മയും അതുപോലെ തന്നെ സഹോദരനും അടക്കമുള്ള ആളുകൾ ദൃക്സാക്ഷികളാണ്. ഇതെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ തെളിയിക്കാൻ വേണ്ടി കൊണ്ട് ചെന്നെത്തിക്കാനും കൃത്യമായ രീതിയിൽ കോടതിയിൽ തെളിയിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും 15 പ്രതികളും കുറ്റക്കാരാണ്. ഈ പറയുന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ് OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയും BJP നേതാവും ഒക്കെയായി അഭിഭാഷകനും ഒക്കെ ആയിട്ടുള്ള രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ 15 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ, SDPI പ്രവർത്തകർ പ്രതികളാണ് എന്ന കൃത്യമായ വിധി വരുന്നു. 22-ന് എന്ന് ശിക്ഷാവിധി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. പ്രജിൻ. ശരി, ശ്രീകുമാറിനാണ് വിശദാംശങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്നും. ഇനി നേരെ അയോധ്യയിലേക്കാണ്. അയോധ്യയിൽ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. വിഗ്രഹം സ്ഥാപിക്കേണ്ട ഗർഭഗൃഹം ശുദ്ധീകരിക്കൽ, വാസ്തുശാന്തി ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചവർക്ക് മാത്രമാണ് ഇന്നു മുതൽ അയോധ്യയിലേക്ക് പ്രവേശനമുണ്ടാവുക. അതേസമയം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയോട് അനുബന്ധിച്ചുള്ള സുരക്ഷാ പരിശോധനയ്ക്കിടെ ഖലിസ്ഥാൻ ബന്ധമുള്ള 3 പേർ പിടിയിലായിട്ടുണ്ട്. രാജസ്ഥാൻ സ്വദേശികളാണ് പോലീസിന്റെ പിടിയിലായത്. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രസാദം എന്ന പേരിൽ മധുര പലഹാരങ്ങൾ വിൽപ്പന നടത്തിയതിന് ആമസോണിനെതിരെ കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം നോട്ടീസ് അയച്ചു. അടിയന്തരമായ വിശദീകരണം നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അയോധ്യയിൽ നിന്ന് S. വിജയകുമാർ നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. വിജയകുമാർ, ഇതിനോടകം തന്നെ ഒരു വലിയ പ്രചാരണം ഈ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ഉണ്ടായിട്ടുണ്ട്. അത് അന്തർദേശീയ ശ്രദ്ധ ഇതിനോടകം പിടിച്ചുപറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളെ അവിടെ ഏകോപിപ്പിക്കുന്നത്? എത്രമാത്രം ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട് ചടങ്ങിലേക്ക്? പ്രജിൻ, ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ക്ഷേത്രത്തിലെ ഈ താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഗർഭഗൃഹം ശുചിയാക്കുക എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു താന്ത്രിക ജോലി. അത് നടക്കുന്നുണ്ട്. പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായിട്ടുള്ള പൂജാകർമ്മങ്ങളും ആ തരത്തിലുള്ള മതപരമായ കാര്യങ്ങളുമൊക്കെ ക്ഷേത്ര പരിസരത്തും ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിലുമൊക്കെയായി നടക്കുന്നുണ്ട്. അതിൽ വളരെ നിയന്ത്രണങ്ങളോടെ ഈ പുരോഹിതർ ഉൾപ്പെടെയുള്ളവരെ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ക്ഷേത്ര പരിസരത്തേക്ക് ഇന്ന് വളരെ നിയന്ത്രണങ്ങളോടെ കുറെ ആളുകളെ ആ പരിസരം കാണാൻ വന്ന കുറെ ആളുകളെ കടത്തിവിട്ടിട്ടുണ്ട്. എന്നാൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരുകയാണ്. അതിലെ വിശിഷ്ടാതിഥികൾ, ഇതിൽ ക്ഷണിക്കപ്പെട്ടവരൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ വിമാനത്താവളം മുതൽ അവർക്ക് സ്വീകരണം ഒരുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വിവിധ മഠങ്ങളെ പ്രതിനിധീകരിച്ചെത്തുന്ന ഈ സന്യാസിമാരാണ്. അവർക്ക് വലിയ പരിഗണന ഈ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. അവരോടൊപ്പം അവരുടെ അനുയായികളുമൊക്കെ വലിയ ഭജന സംഘങ്ങളായി ഇവിടേക്ക് ഇങ്ങനെ ഓരോ സമയവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഒരു പതിവ് കാഴ്ച, ഒരു സ്ഥിരം കാഴ്ച. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടക സംഘങ്ങൾ ഇവിടെ ഇപ്പോൾ തന്നെ എത്തുന്നുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നലെ പറഞ്ഞത് ഈ സമയത്ത് നിങ്ങൾ വരേണ്ടതില്ല, ഈ തിരക്കിന് ശേഷം ഇവിടേക്ക് വരുന്നതാകും ഉചിതമെന്ന് പറഞ്ഞു. പക്ഷേ ആ നിർദ്ദേശമൊക്കെ സ്നേഹപൂർവ്വം നിരാകരിച്ചുകൊണ്ട് ഈ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ ഈ ലതാ മങ്കേഷ്കർ മാർഗിലെ ആണ്. ഇവിടെ അതിലെ ആ ഭാഗത്തെ ദൃശ്യങ്ങളാണ്. ഇവിടെ ആ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ വിവിധ കലാപരിപാടികൾ എപ്പോഴും ഉണ്ടാകും. ഇപ്പോഴൊരു ബാൻഡ് സംഘം അവരുടെ ബാൻഡ് പെർഫോമൻസ് നടത്തി മടങ്ങുകയാണ്. പല ആളുകളും ഇവിടെ വന്നവരുടെ കലാപ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത്തരത്തിലൊരു സാംസ്കാരിക പരിപാടികൾക്കുള്ള ഒരു വേദിയായി ഇതിനോടകം ഇത് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം. ഏത് സമയവും ഇവിടെ വലിയ തിരക്കാണ്. ക്ഷേത്രത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട നിരത്ത് വഴി തുടങ്ങുന്നത് ഈ ഭാഗത്ത് നിന്നാണ്. എല്ലാ സമയവും ഇവിടെ തിരക്കാണ്, തീർത്ഥാടകരുടെ തിരക്കാണ്. ഭജന സംഘങ്ങള്, അതുപോലെ തന്നെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന ആളുകൾ, രാമകഥാസാഗരം അവതരിപ്പിക്കാൻ എത്തുന്ന കലാകാരന്മാർ, അവരെ കൊണ്ടൊക്കെയുള്ള വലിയ തിരക്കാണ്. ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണാം ഒരു സംഘം സന്യാസിമാർ. അത് ഏതോ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്ന വിവിധ മഠാധിപതികളായവരാണ്. അവരെ ഇവിടെ അയോധ്യയിലേക്ക് സ്വീകരിക്കുകയാണ്. ഈ പ്രധാന കവാടത്തിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ സംഘം അവരുടെ അനുയായികളും, ഈ മഠാധിപതികളും അവരുടെ അനുയായികളുമുണ്ട്. ആ സംഘത്തെ ഇവിടുന്ന് സ്വീകരിച്ച് ക്ഷേത്ര പരിസരത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവരോടൊപ്പം വിവിധ കലാകാരന്മാരൊക്കെ ഉണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ കാണാം. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, ഇങ്ങനെ വിവിധ അഖാഡകളെയൊക്കെ പ്രതിനിധീകരിക്കുന്ന സന്യാസിമാരൊക്കെ അതിന്റെ കൂടെ ഉണ്ട്. ആ തീർത്ഥാടക സംഘങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയുമാണ്.
അതാണ് പ്രജന ഇവിടുത്തെ ഒരു കാഴ്ച. മറ്റൊന്ന് ഇവിടുത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. 3 ടയർ സുരക്ഷാ ക്രമീകരണമാണ്. സംസ്ഥാന പോലീസിന്റെ സ്പെഷ്യൽ ഫോഴ്സാണ് ഇവിടെ സുരക്ഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. അവർക്ക് പരിശീലനം നൽകിയിരിക്കുന്നത് NSG നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, ആ കമാൻഡോസിന്റെ പരിശീലനം നേടിയവരാണ്. പതിവ് പരിശോധനയ്ക്കിടെയാണ് ഈ ഖലിസ്ഥാൻവാദികളായ 3 പേരെ ഇന്ന് കസ്റ്റഡിയിലെടുത്ത് അവരെ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. സുരക്ഷാ വീഴ്ചയൊക്കെ ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യമാണ് എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ആ നിലയ്ക്ക് കർശനമായ പരിശോധന ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ നാളെയൊക്കെ വളരെ കടുത്ത നിയന്ത്രണങ്ങളായിരിക്കുമെന്ന് മാധ്യമങ്ങൾക്ക് ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മളുടെ യാത്രയൊക്കെ അതനുസരിച്ച് ക്രമീകരിക്കേണ്ടി വരുമെന്നാണ് ഉത്തർപ്രദേശ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ പരിശോധന ഇങ്ങനെ തുടരുന്നതിനിടയിലും ഈ ഖലിസ്ഥാൻ വാദികളായ 3 പേർ ഇവിടെ എത്തിയതും ഒക്കെ കുറെ കൂടി കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകാൻ കാരണമായിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ക്ഷേത്ര പരിസരത്ത് ആചാരപരമായി താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ നാളെ എത്തുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. പക്ഷേ PMO എപ്പോഴെത്തുക എന്നത് PMO പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒരു വിശദീകരണം നൽകിയിട്ടില്ല. വലിയ വിജയകുമാർ, പ്രധാനമന്ത്രി കൂടി എത്തുന്നതോടുകൂടി സുരക്ഷ കൂടുതൽ കർശനമാകും അവിടെ. അപ്പോഴേക്കും ഈ നിയന്ത്രണം അത് ഏത് രീതിയിലായിരിക്കും ഉണ്ടാവുക? ഈ പൊതുജനങ്ങളെ ആ ഭാഗത്തേക്ക് ഈ ഇന്നും നാളെയും ഒക്കെ വളരെ നിയന്ത്രിതമായ അളവിൽ മാത്രമേ കടത്തിവിടൂ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഏത് രീതിയിൽ സാധ്യമാകും? ഒപ്പം തന്നെ അവിടെയുള്ള അയോധ്യ നിവാസികൾ, അവിടുത്തെ നാട്ടുകാർ, അവരെന്താണ് പറയുന്നത്? അവർക്ക് എത്രമാത്രം പ്രതീക്ഷകളുണ്ട്? പ്രജിൻ, ഇത് നമ്മൾ വിശദമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അയോധ്യ നഗരം അതൊരു വലിയ നഗരമൊന്നും ആയിരുന്നില്ല. അത് ഒരു നഗരം, ഒരു ചിട്ടയോടെയുള്ള നഗരമായി ഇപ്പോൾ രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ സ്ഥലങ്ങളിലേക്ക് റോഡുകൾക്കൊക്കെ വീതി ഉണ്ടായിരുന്നില്ല. അവിടേക്ക് ഇറങ്ങി നിന്ന കടകളൊക്കെ പൊളിച്ചു. അവർക്കൊക്കെ അതിന്റെ നഷ്ടപരിഹാരമായി വലിയ പണം നൽകുകയും ചെയ്തിട്ടുണ്ട്. വിപണി വില തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് ഇവിടെ പുതിയ വ്യാപാര വാണിജ്യ സംവിധാനങ്ങളൊക്കെ ഈ ആളുകൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അവരുടെ കച്ചവടമൊക്കെ നന്നായി നടക്കുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷം അയോധ്യ നിവാസികളെ സംബന്ധിച്ചുണ്ട്. പിന്നീട് അവർക്ക് ഈ ക്ഷേത്ര പരിസരത്തേക്ക് പോകുന്നതിന് തൽക്കാലം നിയന്ത്രണമില്ല. പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് തൊട്ട് പിന്നാലെ അദ്ദേഹം മടങ്ങിയതിനു ശേഷമായിരിക്കും അത്തരം നിയന്ത്രണങ്ങളൊക്കെ നീക്കി കൂടുതൽ ആളുകൾക്ക് തീർത്ഥാടകർക്ക് 23 മുതൽ പൂർണ്ണ തോതിൽ അവർക്ക് അവസരം നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ ആളുകളെ സംബന്ധിച്ച് ഇവിടേക്ക് വരുന്ന പരമാവധി ആളുകളെ ഉൾക്കൊള്ളാൻ തക്ക നിലയിലേക്ക്, വിവിധ ഭാഗങ്ങളിലുള്ള തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ തക്ക നിലയിലേക്ക് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിച്ചു വരുന്നതേ ഉള്ളൂ. മറ്റൊരു മഠത്തിൽ നിന്നെത്തിയ സന്യാസി സംഘത്തോടൊപ്പമുള്ള ഒരാളാണ്. അദ്ദേഹം ഈ രാമമന്ത്രമൊക്കെ ഉരുവിട്ട് ഇവിടെ നൃത്തം ചവിട്ടുന്ന കാഴ്ചയാണ് പ്രജിൻ കാണുന്നത്. അങ്ങനെ ഈ തരത്തിലുള്ള കാഴ്ചകളാണ് എല്ലായിടത്തും ഉള്ളത്. ഇതിന്റെ രാഷ്ട്രീയ വിവാദങ്ങൾ നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും BJPയും ഉത്തർപ്രദേശ് സർക്കാരുമൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് അതിനോട് പ്രതികരിക്കേണ്ടതില്ല എന്നതാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്, പ്രാണപ്രതിഷ്ഠ, അതിനൊരു കോട്ടം വരുന്ന തരത്തിൽ, അതിന് ഭംഗമുണ്ടാകുന്ന തരത്തിൽ വിവാദങ്ങൾ പ്രതികരിക്കരുതെന്ന് കർശന നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് ആരോപണങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും കാര്യമായ മറുപടി BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. പകരം ക്ഷേത്രങ്ങൾ ശുചിയാക്കുക, അങ്ങനെ അത്തരം സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് BJP പ്രവർത്തകർക്ക് JP നദ്ദ പാർട്ടി അധ്യക്ഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രജിൻ, എസ് വിജയകുമാറാണ് അയോധ്യയിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിയത്. വലിയ ആഘോഷങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. വിവിധ സന്യാസി മഠങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ തന്നെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയമായ ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്. ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിലെ ഏതൊക്കെ നേതാക്കൾ പങ്കെടുക്കും എന്നത് ഒരു രാഷ്ട്രീയ കൗതുകമായി നിൽക്കുന്നുമുണ്ട്. അത് വരും മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ നമുക്ക് സൂചനകൾ ലഭിക്കുകയും ചെയ്യും. വെൽക്കം ബാക്ക്. വാർത്താമഴ തുടരുകയാണ്. അടുത്ത വാർത്തയിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPIM അനുഭാവികളായ നിക്ഷേപകരെ പാർട്ടി നേതൃത്വം വഞ്ചിച്ചുവെന്ന് ദയാവധത്തിന് അനുമതി തേടിയ മാപ്രാണം സ്വദേശി ജോഷി. ബാങ്കിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ നേതാക്കൾ പണം പിൻവലിച്ചു. സാധാരണക്കാർ പണം ചോദിച്ചു ചെല്ലുമ്പോൾ അധിക്ഷേപിക്കുന്ന സമീപനമാണ് അഡ്മിനിസ്ട്രേറ്ററുടേതെന്നും ജോഷി ആരോപിച്ചു. ബാങ്ക് പ്രതിസന്ധിയിലാക്കിയത് ആരാണ്? ഇവർ തന്നെയാണ്. ഇവിടെയുള്ള ജീവനക്കാരും മാനേജർമാരും അറിയാണ്ട് ഒരു രൂപ അവിടെ നിന്ന് പോയിട്ടില്ല. ഇവരാരും പ്രതികളല്ല. അതിൽ ബിജു കരീം എന്ന് പറഞ്ഞ ആൾ മാത്രമാണ് പ്രതി. ഈ TR സുനിൽകുമാർ സെക്രട്ടറി, ബാക്കിയുള്ള മാനേജർമാരൊക്കെ ഇതിലറിവുണ്ട്. എല്ലാവരും ഇതിൻ്റെ പങ്കും പറ്റിയിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്ത് ഇത്ര നാളും ജീവിച്ചത്, ഞാനൊരു പാർട്ടി സ്ഥാനത്തിരിക്കുകയോ ഒരു ജോലി അതുമൂലം നേടുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് വാഗ്ദാനം ഉണ്ടായിരുന്നു.
ഞാൻ വേണ്ടെന്നാണ് പറഞ്ഞത്. ജോലി ചെയ്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞത്. ആ ജോലി ചെയ്തുണ്ടാക്കിയ കാശും അതും ഞാൻ 2 കാലം തകർന്ന് കിടന്നതിന് ശേഷം ഉണ്ടാക്കിയ പൈസയാണ്. പിന്നെ എൻ്റെ വീട്ടിലെ അമ്മയുടെയൊക്കെ ഫെഡറൽ ബാങ്കിലുണ്ടായിരുന്ന പൈസയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. അതൊക്കെ തിരിച്ചു മേടിച്ച് കഴിഞ്ഞിട്ട് തരില്ല എന്ന് പറയുന്ന ധിക്കാരവും ധാർഷ്ട്യവും. ഇനി ഞാൻ എന്തിനാ ജീവിക്കണേ? കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് ജോഷി ദയാവധത്തിന് അനുമതി തേടിയത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കുമാണ് കത്തയച്ചത്. 2 തവണ മസ്തിഷ്കാർബുദം ബാധിച്ച തനിക്ക് ചികിത്സയ്ക്ക് പോലും പണമില്ലെന്ന് കത്തിൽ പറയുന്നുണ്ട്. 84 ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നാണ് ജോഷി അവകാശപ്പെടുന്നത്. അതേസമയം കരുവന്നൂർ തട്ടിപ്പ് കേസിൽ മന്ത്രി പി രാജീവിന്റെ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. സൂരജ്, ഈ മാപ്രാണം സ്വദേശി ജോഷിയാണ് ഈ രീതിയിൽ ഒരു പുതിയ പരാതിയുമായി രംഗത്ത് വരുന്നത്. കരുവന്നൂരിൽ വലിയ തട്ടിപ്പ് നടന്നു, നേതാക്കന്മാർക്കെല്ലാം പണം തിരികെ കിട്ടി, പക്ഷേ സാധാരണക്കാരെ മാറ്റി നിർത്തുകയാണ്, അവരെ ഒഴിവാക്കുകയാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ ദയാവധത്തിന് കാരണമായ സ്ഥിതി എന്താണെന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ട്. അവർ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എത്രമാത്രം രൂപ ഇനിയും കിട്ടാനുണ്ട്? പ്രജിൻ, ഈ മാപ്രാണം സ്വദേശി ജോഷിയെ സംബന്ധിച്ച് 2 തവണ ട്യൂമർ ബാധിച്ച് 20-ലധികം തവണയാണ് ഇദ്ദേഹത്തെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയത്. വലിയ രീതിയിൽ ചികിത്സകളുണ്ടായി. ഇതിനുവേണ്ടി വലിയ തുകകൾ ചിലവഴിക്കേണ്ടി വന്നു. ആ സമയത്തെല്ലാം തന്നെ ഈ ബാങ്കിലെ നിക്ഷേപം അല്ലെങ്കിൽ ഈ ബാങ്കിലെ തുക മടക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോഷിയും കുടുംബവും ബാങ്കിനെ സമീപിച്ചെങ്കിലും ഈ തുക മടക്കി കിട്ടിയില്ല. ഇതോടുകൂടി ചികിത്സയുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരുന്നു. അതോടൊപ്പം തന്നെ ഈ പണം മടക്കി നൽകുന്നതിന് വേണ്ട പോരാട്ടം അത് ജോഷി കോടതിയെ സമീപിക്കുകയുണ്ടായി. കോടതി ഇടപെടലിനെ തുടർന്നാണ് ഈ നിക്ഷേപ തുകയിൽ 10% മടക്കി നൽകാം എന്ന് ബാങ്ക് അധികൃതർ കോടതിയെ അറിയിക്കുന്നത്. അത്തരത്തിൽ ഈ ജോഷിയുടെ ഭാഗത്തു നിന്ന് വന്ന ഇടപെടലിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ CPM-ന് ഇപ്പോൾ ജോഷിയോട് വലിയ പകയുണ്ട് എന്നുള്ളതാണ് ജോഷി പറയുന്നത്. ഇതിന്റെ ഭാഗമായി സമൂഹത്തിൽ ജോഷിയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ജോഷി ഇപ്പോൾ ദയാവധം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചീഫ് ജസ്റ്റിസിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിരിക്കുന്നത്. ഒരു തരത്തിലും തനിക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഒന്നുകിൽ പണം മടക്കി നൽകണം, അല്ലെങ്കിൽ തനിക്ക് ദയാവധം വിധിക്കണം എന്നുള്ളതാണ് ജോഷി ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ ബാങ്കിൽ നിന്ന്, അതായത് ജോഷി അടക്കമുള്ള വലിയ നിക്ഷേപ തുകകൾ നൽകിയ ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. അവരുടെ പണം ഇതുവരെയും മടക്കി നൽകാനുള്ള ഒരു നടപടിയിലേക്ക് ബാങ്ക് കടന്നിട്ടുമില്ല. പ്രജിൻ, ശരി, വലിയ ആരോപണമാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ മാപ്രാണം സ്വദേശി ജോഷി നടത്തിയത്. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും. കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല തീർക്കും. 20 ലക്ഷത്തിലധികം പേർ കണ്ണികളാകുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. വൈകിട്ട് 4:30 ട്രയൽ നടത്തും. 5 മണിക്കാണ് മനുഷ്യച്ചങ്ങല നടത്തുക. രാജ്ഭവന് മുന്നിൽ പൊതുയോഗവും നിശ്ചയിച്ചിട്ടുണ്ട്. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്നാരോപിച്ചാണ് ഈ സമരം. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ പ്രധാനമന്ത്രി ഇടപെട്ടു എന്ന റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ വെളിപ്പെടുത്തൽ ഗൗരവതരമെന്ന് എ റഹീം MP പറഞ്ഞു. ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന് പരിപൂർണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. രാജ്യത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ അസാധാരണമായ ഒരു സമരമായി സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കാൻ പോകുന്ന സമരം മാറും. ആ സമരത്തിന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ കമ്മിറ്റി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. പ്രധാനമന്ത്രിയുടെ അരുൺ പൂപ്പറമ്പ നൽകും കാസർഗോഡ് നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ. അരുൺ, 4:30-ക്കാണ് ട്രയൽ നടക്കുക മനുഷ്യശൃംഖല. ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ എത്രമാത്രം ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട് നേതൃത്വം ചങ്ങലയുടെ ഭാഗമാകാൻ? പ്രജിൻ, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ പ്രതിരോധം ശക്തമാക്കുക, അത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഡൽഹിയിൽ വലിയ സമരമുന്നേറ്റത്തിന് നിശ്ചയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തെത്തി അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിരോധം ശക്തമാക്കുക തന്നെയാണ് ലക്ഷ്യം. മനുഷ്യച്ചങ്ങല 20 ലക്ഷം പേർ പങ്കെടുക്കുമെന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാനത്താകെ 20 ലക്ഷം പേർ പങ്കെടുക്കുമെന്നാണ് ഡിവൈഎഫ്ഐ അവകാശപ്പെടുന്നത്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നതാണ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ എ റഹീം തന്നെ അല്പസമയം മുമ്പ്
അത്തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയത്. കാസർഗോഡ് ജില്ലയിലാണ് ആദ്യ കണ്ണി ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള എ റഹീമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ പൊതുയോഗം നടക്കുന്ന വേദിക്ക് മുന്നിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4:30-ക്ക് കൃത്യമായി ഇതിന്റെ ട്രയൽ ആരംഭിക്കും. 5 മണിക്ക് തന്നെ മനുഷ്യച്ചങ്ങല കണ്ണി ചേരും എന്നതാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഭാരവാഹികൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. വലിയ പ്രതിഷേധം, വലിയ ഒരു പ്രതിഷേധ സമരം അല്ലെങ്കിൽ സമര മുന്നേറ്റം എന്ന നിലക്കാണ് ഡിവൈഎഫ്ഐ ഇതിനെ കാണുന്നത്. റെയിൽവേ സ്റ്റേഷന് മുന്നിലെ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലാണ് ഇവിടുത്തെ പൊതു പരിപാടി നടക്കുക. നേരത്തെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി പരിപാടിയിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചു. ശരി, കാസർഗോഡ് നിന്നും അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ രീതിയിൽ എല്ലാ ജില്ലകളിൽ നിന്നും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 20 ലക്ഷത്തിലധികം പേരെ പങ്കെടുപ്പിക്കുക എന്നതാണ് ഡിവൈഎഫ്ഐയുടെ ലക്ഷ്യം. അങ്ങനെ സർക്കാർ കേന്ദ്രത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുക എന്ന ലക്ഷ്യം കൂടി ഡിവൈഎഫ്ഐക്കുണ്ട്. ഒപ്പം ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഗുരുതരമായ ആരോപണങ്ങൾ അത് പ്രധാനമന്ത്രിക്ക് നേരെയാണ് എന്നുകൂടി ഉന്നയിക്കുന്നുണ്ട് ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ. ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ മനുഷ്യശൃംഖല തീർക്കുക. 4:30-നാണ് ട്രയൽ മനുഷ്യശൃംഖല ആദ്യം ഉണ്ടാവുക. അതേ തുടർന്ന് 5 മണിക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന മനുഷ്യശൃംഖല തീർക്കും. തുടർന്ന് പൊതുസമ്മേളനം, അത് തിരുവനന്തപുരം രാജ്ഭവന് മുന്നിലാണ്. അവിടെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ വലിയ പ്രതിഷേധം ഉയർത്താൻ ഒരുങ്ങുകയാണ് ഡിവൈഎഫ്ഐ. ഒപ്പം കേരളത്തിനെ തുടർച്ചയായി അവഗണിക്കുന്നു, ഇനി മൗനം പാലിക്കേണ്ടതില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇടത് സംഘടനകൾ. അതിന്റെ ഭാഗമായാണ് യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐ ഈ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് കേന്ദ്രത്തിനെതിരെ പ്രതികരിക്കുക എന്നതാണ് ഡിവൈഎഫ്ഐയുടെ ലക്ഷ്യം. വാർത്താമഴ പൂർത്തിയാവുന്നു.